നമസ്തേ, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമ്മുടെ EVM എന്ന് പറഞ്ഞൊരു 3 വാക്ക്, EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ഇതിന് രാഹുൽ ഗാന്ധി 2024 ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഇതിനെ വിശേഷിപ്പിച്ചത് രാജാവിൻ്റെ ആത്മാവ് EVMലാണെന്നാണ്. പിന്നെ ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ എല്ലാം പറഞ്ഞു, പക്ഷെ അവിടെ തോറ്റ് തുന്നം പാടിപ്പോയി. അപ്പോൾ രാഹുൽ പറഞ്ഞത് ഇതൊരു ബ്ലാക്ക് ബോക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയൊക്കെ തോൽക്കുന്നോ അപ്പോൾ ഓരോരോ പേരുകൾ ഈ EVMനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി. EVM അതിനെക്കുറിച്ച് പറയാത്ത വാക്കുകളില്ല, ഓരോരോ പഞ്ച് ഡയലോഗ്. അതെ. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് അല്ലേ, അവിടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു, തദ്ദേശ തിരഞ്ഞെടുപ്പ്. സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്രകാരം, രാഹുൽ ഗാന്ധിക്ക് എന്താണോ ഇഷ്ടം അതാണ് അവർ ചെയ്യുക. EVMന് പകരം ബാലറ്റ് ഉപയോഗിച്ചു അല്ലേ, നമ്മുടെ പഴയതുപോലെ പെട്ടിയും ഒക്കെ തൂക്കി പേപ്പറിൽ സീൽ ചെയ്ത്. അവിടെ പ്രധാന പ്രതിപക്ഷം BJP ആണ്. അപ്പോൾ BJP മൊത്തം, ഈ രാഹുൽ ഗാന്ധി പറയുന്നത് വെച്ച് നോക്കണമെങ്കിൽ BJP മൊത്തം തോറ്റ് തുന്നം പാടി കാണുമല്ലേ അവിടെ. അല്ല, അത് ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ഉൾപ്പെടെയുള്ള ഈ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ദൗർബല്യം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ചിരി നന്നല്ലാത്തതിന് ഈ മുഖത്തെ കുറ്റം പറയുക, ചെറിയ കുറ്റം പറയുക, അതുപോലെ നമ്മുടെ പ്രതിബിംബം നല്ലതല്ല ഇപ്പോൾ കണ്ണാടിയെ കുറ്റം പറയുക, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദൗർബല്യം എന്താണോ അത് പരിഹരിക്കുന്നതിന് പകരം തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാൻ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു, ഇതിനൊരു ഉത്തരം പറയണ്ടേ? അതെ. അവിടെ കൃത്യമായിട്ട് കൊണ്ട് അത് തലയ്ക്ക് വെക്കുന്നത് ഈ EVMൻ്റെയാണ്. EVMൽ കൃത്രിമം കാട്ടി, അത് വലിയ കേസൊക്കെയായി സുപ്രീം കോടതി വരെ പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായ നടപടികളുമായിട്ട് രംഗത്ത് വന്നു. സുപ്രീം കോടതി തന്നെ നിയോഗിച്ച ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ EVM പരിശോധിച്ചു. അപ്പോൾ EVMന് കുഴപ്പമൊന്നുമില്ല. EVMൽ ഒരു കാരണവശാലും ഈ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. കാരണം EVM നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്നില്ല, ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഡാറ്റ ചോർച്ചയോ അല്ലെങ്കിൽ ഡാറ്റ കൂട്ടിച്ചേർക്കലോ എങ്ങനെ നടക്കും? ഇത് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ രാഹുലിന് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ രാഹുൽ പറഞ്ഞു, അല്ല ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെ തെളിയിക്കും? അപ്പോൾ ഇത് വെല്ലുവിളിച്ചാൽ മാത്രം പോരല്ലോ. അങ്ങനെ തെളിയിക്കാൻ BJP ഇതര സംസ്ഥാന സർക്കാരുകൾ ഒരു മാർഗം കണ്ടുപിടിച്ചു. അവിടങ്ങളിൽ നടക്കുന്ന ലോക്കൽ ബോഡിയിൽ EVM ഒഴിവാക്കിയിട്ട് ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടു. ഇരട്ടി ചിലവാണല്ലേ? അല്ല, അത് ചിലവിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ BJP എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അതിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം ശരിയോ തെറ്റോ ആകില്ല. അപ്പോൾ രാജ്യത്തെ പൊതുജനങ്ങൾ മുഴുവൻ ഇത് ശ്രദ്ധയോടെ നോക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നു, BJP ആണെങ്കിൽ ഇതിനെ അവഗണിച്ച് പുച്ഛിച്ച് തള്ളുകയാണ്, ഒരു മറുപടിയും കൊടുക്കുന്നില്ല. സുപ്രീം കോടതിയിൽ വന്നപ്പോഴും ഇവർക്ക് EVMൽ കൃത്രിമം നടക്കുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയില്ല. മാത്രമല്ല സുപ്രീം കോടതി കുറച്ചുകൂടെ കർശനമായ മാർഗങ്ങൾ കൊണ്ടുവന്നു EVMൻ്റെ ഒരു പവിത്രത നിലനിർത്താൻ, സുതാര്യത നിലനിർത്താൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ EVM കുറേ കൂടെ സ്ട്രോങ് ആയി. പക്ഷേ ഇവർക്കിത് EVMനെ എങ്ങനെയെങ്കിലും കുഴപ്പത്തിൽ കൊണ്ടുവരണം. അതിനാണ് അപ്പോൾ അവർക്ക് ബാലറ്റ് പേപ്പറിൽ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അവിടെ BJP തോക്കും. കാരണം EVMലെ തട്ടിപ്പ് കൊണ്ടാണല്ലോ BJP ജയിക്കുന്നത്. അതിനകത്ത് ചിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലും താമര ചിഹ്നത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് നടത്തിയത് കൊണ്ട് ആ തട്ടിപ്പിന് മറുമരുന്നായിട്ട് ഞങ്ങൾ ബാലറ്റിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം, ഇവിടെ BJP തോക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ ആദ്യം അത് ചെയ്തത് ആം ആദ്മി പാർട്ടിയാണ് പഞ്ചാബിൽ. അവിടെ നമ്മൾ കണ്ടു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന്. 59 സീറ്റുണ്ടായിരുന്ന BJP, 59 69 സീറ്റുണ്ടായിരുന്ന BJP ഇപ്പോൾ 171 സീറ്റിൽ ജയിച്ചിരിക്കുകയാണ്. BJPക്ക് അവിടെ ഒട്ടും ശക്തിയില്ലാത്ത വളരെ ദുർബലമായ ഒരു സ്ഥലമാണ്. ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം BJP പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ 6 മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്.
അല്ലാതെ ഏതാണ്ട് 100-നടുത്തോ മറ്റോ മുനിസിപ്പാലിറ്റികളുണ്ട് അല്ലേ? അപ്പോൾ ഈ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് 1200 ചില്ലുവാനും ഇടത്ത് കോൺഗ്രസ് ജയിച്ചതാണ്. പക്ഷേ ഇക്കുറി ആം ആദ്മി പാർട്ടിക്ക് 883 മറ്റോ 853 മറ്റോ സീറ്റുകൾ ജയിക്കാൻ പറ്റി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ സീറ്റുകൾ, മുനിസിപ്പൽ വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, BJPക്ക് 59 ഉണ്ടായിരുന്നത് 171 കോൺഗ്രസ് 1200 സംതിങ് ഉണ്ടായിരുന്നത് ഏതാണ്ട് 600-ന് താഴേക്ക് കൂപ്പുകുത്തി. കോൺഗ്രസ് തകർന്നുപോയി. ബാലറ്റ് പേപ്പറാണ്. അതെ. അപ്പോൾ EVM-നെ കുറ്റം പറയാൻ പറ്റില്ല. BJP ആണെങ്കിൽ അവിടെ തകർന്നു കിടന്ന BJPക്ക് ഒരു വളർച്ചയുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം, ഇത് ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടി കൃത്രിമം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബാലറ്റ് പേപ്പറിൽ എങ്ങനെ കൃത്രിമം നടത്തുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ മെയ് 17-ന് തെരഞ്ഞെടുപ്പ് നടന്നു. മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ തവണ 4 മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 4-ൽ 2 കോൺഗ്രസ്, 2 BJP എന്നുള്ളതായിരുന്നു. ഇക്കുറി അവർ EVM ഒഴിവാക്കി ബാലറ്റ് പേപ്പർ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി. BJP മുഴുവൻ തോറ്റുപോയി. BJP മുഴുവനും തോറ്റുപോകുമെന്നായിരുന്നു രാഹുലിൻ്റെ സ്വപ്നം. പക്ഷെ നടന്നത് മറിച്ചാണ്. BJP 4-ൽ 3 ജയിച്ചു. ഒരെണ്ണം മാത്രമാണ് കോൺഗ്രസ്സിന് നിലനിർത്താൻ പറ്റിയത്. അവിടെ കോൺഗ്രസ് സത്യത്തിൽ തകർന്നടിച്ചു. അതായത് സാധാരണ നിലയ്ക്ക് അവിടെ കോൺഗ്രസ് ജയിച്ചു കൊണ്ടിരുന്നത് പലംപൂറും സോളനും, ഈ 2 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് കോൺഗ്രസ് ജയിക്കുന്നത്. ഇത്തവണ അതിൽ 1 നഷ്ടപ്പെട്ടു. ആ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒരെണ്ണം, അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സോളൻ മാത്രമാണ് അവർക്ക് നിലനിർത്താനായത്. പലംപൂർ BJP ജയിച്ചു, തിരിച്ചു പിടിച്ചു. അല്ല, തിരിച്ചു പിടിച്ചതല്ല, BJP ജയിച്ചു. അവിടെ സാധാരണ നിലയ്ക്ക് കോൺഗ്രസ്സിനാണ് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. പക്ഷേ ഇത്തവണ അത് നടന്നില്ല. ഞാനത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. മാണ്ടി, ധർമ്മശാല, സോളൻ, ഇത്രയും സ്ഥലങ്ങളിലാണ് BJP ജയിച്ചത്. ക്ഷമിക്കണം, പലംപൂർ അല്ല, ഞാൻ നേരത്തെ പലംപൂർ എന്നാണ് പറഞ്ഞത്. പലംപൂർ കോൺഗ്രസ് നിലനിർത്തി. കഴിഞ്ഞ തവണ പലംപൂറും സോളനും കോൺഗ്രസ്സിനുണ്ടായിരുന്നു. ഇക്കുറി BJP സോളൻ കോൺഗ്രസിൻ്റെ ഇന്ന് പിടിച്ചെടുത്തു. അപ്പോൾ ബാലറ്റ് പേപ്പറിൽ നടത്തിയപ്പോൾ 4-ൽ 3 BJPക്ക്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നടത്തിയപ്പോൾ 4-ൽ 2 BJPയും 2 കോൺഗ്രസും. രാഹുൽ പറഞ്ഞത് കറക്റ്റായി. എന്തായാലും അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോയത് കോൺഗ്രസ്സാണ്. വോട്ട് ചോരി അപ്പോൾ നടത്തിയത് ആര് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ ബാലറ്റിൽ, ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറഞ്ഞൊരു കൊച്ചു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞ പോലെ വലിയ ചിലവൊന്നുമില്ലാതെ തിരഞ്ഞെടുപ്പ് നടത്താം. താരതമ്യേന മറ്റു പല ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങളെക്കാൾ കുറവായിരിക്കും ഇവിടെ. പക്ഷെ ആ ഒരു നരേറ്റീവ് പൊട്ടിപ്പൊളിഞ്ഞു പോയി. പഞ്ചാബിലും പൊളിഞ്ഞു, ഇപ്പോൾ ഇതാ ഹിമാചലിലും പൊളിഞ്ഞു. ഇനിയിപ്പോൾ അവരടുത്തത് ചെയ്യുക ഒരു പക്ഷേ കർണാടകയിൽ ചെയ്യാൻ ശ്രമിച്ചേക്കും. പക്ഷെ അവിടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ തെലങ്കാനയിൽ ചെയ്യാൻ ശ്രമിച്ചേക്കും. അവിടെയും വോട്ട് കൂടുതലാണ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഈ മാണ്ടിയിലും ധർമ്മശാലയിലും സോളനിലും BJP വലിയ വിജയം നേടുന്നു. അതിൽ മാണ്ടിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, 14 വാർഡിൽ 12 വാർഡും BJP ജയിച്ചു. കഴിഞ്ഞ തവണ 11 അപ്പോൾ EVM മാറ്റി ബാലറ്റ് വന്നപ്പോൾ BJPക്ക് 1 വാർഡ് കൂടുതൽ കിട്ടി. അവിടെ മൃഗീയ ഭൂരിപക്ഷമാണ്, 14-ൽ 12. ഇനി രാഹുലിനൊന്നും പറയാനും പറ്റില്ല. ഈ അല്ല, രാഹുൽ എന്ത് പറയാനാണ്? ബാലറ്റ് പേപ്പർ ആക്കിയതുകൊണ്ടാണ് തോറ്റതെന്നും ഒന്നും പറയാൻ പറ്റില്ല. രാഹുലിന് ഒരു വോയിസും ഇനിയില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ. അതായത് അവിടുത്തെ കോൺഗ്രസിൻ്റെ ചീഫ് മിനിസ്റ്റർ, ഹിമാചൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സുഖ്വീന്ദർ സിംഗ് സുഖു, അദ്ദേഹം ഇപ്പോൾ 2027 അവിടെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടന്നതാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ സുഖ്വീന്ദർ സിംഗ് സുഖുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണം കാര്യക്ഷമമല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് കാര്യക്ഷമമല്ലാത്തത് കൊണ്ടാണ് BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നേട്ടം. മുനിസിപ്പൽ സർക്കാർ ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തമാണ്. അത് BJPക്ക് അനുകൂലമായി മാറി എന്നാണ്.
കഴിഞ്ഞ തവണ നമുക്കറിയാം JP നഡ്ഡയും അനുരാഗ് ഠാക്കൂറും ഒക്കെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നയിച്ചത്. പക്ഷേ BJP അവിടെ തോറ്റു, പ്രതിപക്ഷത്തിരിക്കുന്നു, അവിടെ കോൺഗ്രസിൻ്റെ ഭരണം വന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ സുഖ്വീന്ദർ സിംഗ് സുഖോയുടെ ഭരണത്തിൽ ഒരുപാട് അസംതൃപ്തി ജനങ്ങൾക്കുണ്ട് എന്നും ഇതിൽ നിന്ന് പറയുന്നുണ്ട്. BJP ഈ വിജയം നേടിയതിനു ശേഷം BJPയുടെ വക്താക്കളും BJP നേതാക്കളും ഒക്കെ ഈ സുഖുവിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം സംസ്ഥാനത്തിന് വലിയ ദോഷം ചെയ്തിരിക്കുന്നു, വികസന പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. രാഹുലൊന്നും പറഞ്ഞിട്ടില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. തോൽവിയിൽ പ്രതികരിക്കില്ല. ഈ സോളൻ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 10 വാർഡാണ് ജയിച്ചത്. അപ്പോൾ ഈ ഹിമാചലിലെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നിന്ന് നമുക്ക് കാര്യം ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ്. മുഖം നന്നല്ലാത്തതിന് നമ്മൾ ഈ ചെറിയ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ EVM-നല്ല കുഴപ്പം, EVM-ൻ്റെ പുറത്ത് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർക്കാണ് കുഴപ്പം. താഴെ തട്ടിൽ വേണ്ട രീതിയിൽ ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കാത്ത കോൺഗ്രസ്സിന്, സംഘടനാ സംവിധാനമില്ലാത്ത കോൺഗ്രസ്സിന് എങ്ങനെ ജനങ്ങളെ ഒരുമിപ്പിച്ച് അവരുടെ പാർട്ടിയുടെ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയും? ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ട്രക്ചർ താഴെ തട്ടിൽ തകർന്നിരിക്കുന്നു. ഹിമാചൽ പോലെ അവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, സംസ്ഥാന ഭരണം കോൺഗ്രസിൻ്റെ കയ്യിലാണ്, അങ്ങനെ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട്, അതായത് BJP അവിടെ ഭരിക്കുമ്പം പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അങ്ങനെ ഒരു വലിയ മുന്നേറ്റമൊന്നും അവകാശപ്പെടാനില്ല. BJPയും ജയിക്കും, കോൺഗ്രസും ജയിക്കും. അപ്പം അതുകൊണ്ടാണല്ലോ ഈ രണ്ട് കൂട്ടരും ഒരുപോലെ ശക്തരായിരിക്കുന്ന ഒരു സ്ഥലത്താണ് 5 വർഷം BJP 5 വർഷം കോൺഗ്രസ്, വീണ്ടും 5 വർഷം BJP 5 വർഷം കോൺഗ്രസ്, ഇങ്ങനെ മാറി മാറി ഭരിക്കുന്നത്. പക്ഷേ ഇപ്പോഴിത് ആദ്യമായിട്ട്, അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അവിടെ സമാസമം രണ്ട് കൂട്ടരും വലിയ പരിക്കൊന്നുമില്ലാതെ അവരവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ മേഖലകളിൽ അവർ ശക്തരായിട്ട് നിൽക്കും. പക്ഷേ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഹിമാചലിലും തകർന്നിരിക്കുന്നു എന്നാണ്. അതിന് EVM-നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ബാലറ്റിലാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം ബാലറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP പൊട്ടിത്തകരും, BJPക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അവർ ഈ നേട്ടം മുഴുവനും ഉണ്ടാക്കുന്നത് EVM-ൽ കൃത്രിമം നടത്തിയിട്ടാണ്. ഈ വാദമാണ് മുനയൊടിഞ്ഞു പോയത്. കോൺഗ്രസ്സിന് ഇനി ഒരിക്കലും EVM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് BJPയുടെ വിജയത്തെ കുറച്ച് കാണിക്കാനോ BJPയുടെ വിജയം അട്ടിമറിയിലൂടെ നേടിയതാണെന്ന് സ്ഥാപിക്കാനോ ഒന്നും കഴിയില്ല. ഇനിയും നിങ്ങൾ ഈ പരിശ്രമം തുടർന്നോളൂ. തെലങ്കാനയിലും കർണാടകയിലും കേരളത്തിലും ഒക്കെ, കേരളത്തിൽ അവരത് ചെയ്യില്ല, കാരണം കേരളത്തിൽ BJP അത്ര വലിയൊരു ശക്തിയല്ല. ഈ പഞ്ചാബിലെ കാര്യം പറഞ്ഞതുപോലെയാണ്. BJP കുറച്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ BJP കൂടുതൽ ശക്തി ആർജിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കോൺഗ്രസ് പറയുക EVM-ൽ കൃത്രിമം കാണിച്ചു എന്നായിരിക്കും. ഇവിടെയും നിങ്ങൾ ബാലറ്റിൽ വെച്ചോളൂ, വോട്ടിംഗ് വെച്ചോളൂ, വോട്ടെടുപ്പ് ബാലറ്റിലാക്കിയാലും പ്രശ്നമൊന്നുമില്ല. BJP ജയിക്കേണ്ടിടത്ത് BJP ജയിക്കും, കോൺഗ്രസ് ജയിക്കേണ്ടിടത്ത് കോൺഗ്രസ് ജയിക്കും. അതിൻ്റെ കാരണം താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം വേണം, പാർട്ടിക്ക് താഴെത്തട്ടിൽ കേഡർമാർ വേണം, ബൂത്ത് ലെവൽ പ്രവർത്തനം വേണം. അങ്ങനെ താഴെത്തട്ടിൽ അതൊന്നുമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വെറും ഈ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അത് ഇന്ത്യ പോലൊരു രാജ്യത്ത്, സുശക്തമായ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരിക്കലും അതിന് സാധിക്കില്ല. അവിടെ തോറ്റു കഴിയുമ്പോൾ EVM-നെ കുറ്റം പറയുക, വോട്ടർ പട്ടികയെ കുറ്റം പറയുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുക, സർക്കാർ അട്ടിമറിച്ചു എന്ന് ആരോപിക്കുക, ഇതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നല്ലതല്ല. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നല്ലതല്ല. മറിച്ച് അത് വലിയ നാണക്കേട് അത് ഉന്നയിക്കുന്നവർക്ക് തന്നെ ഉണ്ടാക്കും. കോൺഗ്രസ് സത്യത്തിൽ അവർ മലർന്നു കിടന്ന് തുപ്പിയതിന് തുല്യമാണ്. ഒരു തരത്തിലും കോൺഗ്രസ്സിന് ഈ പറഞ്ഞതുപോലെ ഒരു EVM-നെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ EVM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാദം ഇനി ഉന്നയിക്കാൻ കഴിയാത്തവണ്ണം കോൺഗ്രസിൻ്റെ എല്ലാ വാദങ്ങളും മുനയടിഞ്ഞു പോയിരിക്കുന്നു. ബാലറ്റിലും
BJPക്ക് മുന്നേറ്റമുണ്ടായിരിക്കുന്നു. അത് BJP ഒട്ടും തന്നെ ശക്തിയില്ലാത്ത പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ വാർഡുകളിൽ 59 വാർഡുകൾ ജയിച്ചിരുന്ന BJP ഇപ്പോൾ 171ലേക്ക് ജയം, അതായത് 3 ഇരട്ടി ആണ് സംഭവിച്ചിരിക്കുന്നത്, വിജയം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഹിമാചൽ പ്രദേശിലാകട്ടെ 2 മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന BJP ഇപ്പോഴിതാ 3ാമതൊരെണ്ണം കൂടി ഭരിക്കുന്നു. അങ്ങനൊരു സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ കോൺഗ്രസ് നടത്തിയ പരീക്ഷണം പാളിപ്പോയി. കോൺഗ്രസിൻ്റെ ആരോപണങ്ങളെല്ലാം മുനയൊടിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇനി പുതിയ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇനി ബാലറ്റിലും ഈ പറഞ്ഞതുപോലെ മഷി ഈ സീല് അടിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി അത് മാഞ്ഞിട്ട് BJPയുടെ കള്ളിയിലേക്ക് സീല് പതിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അങ്ങനത്തെ മറിമായം നടക്കുന്നതായിട്ട് ഇനി വേണമെങ്കിൽ ആരോപിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാലറ്റ് പെട്ടി ഒന്നടങ്കം എടുത്തുകൊണ്ട് മാറ്റിയിട്ട് അതിനകത്ത് ബാലറ്റ് പേപ്പറുകളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അത് കത്തിച്ച് കളഞ്ഞിട്ട് പുതുതായിട്ട് BJP പുതിയ ബാലറ്റ് ഉണ്ടാക്കി ഇതുപോലെ അടിച്ച് സീലടിച്ച് ഇട്ടിരിക്കുന്നു, വോട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. കോൺഗ്രസിൻ്റെ പരാജയം നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ. താഴെത്തട്ടിൽ പ്രവർത്തനമില്ലാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ താഴെത്തട്ടിൽ പ്രവർത്തനം കൊണ്ടുവന്നാൽ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിജയിക്കും, അല്ലാത്ത പക്ഷം നിങ്ങളുടെ എതിരാളികൾ വിജയിക്കും. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഹിമാചലിലെ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ കോൺഗ്രസ്സിന് കിട്ടിയ മുഖമടച്ചുള്ള അടിയാണ്.